ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോണത്. ക്രിസ്മസ് കരോൾ. എന്തില്ലേ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ മാത്രമല്ല കേട്ടോ, ഒത്തിരി പേരുണ്ട്. കണ്ടല്ലേ, ഒത്തിരി ആൾക്കാരുണ്ട്. ഇത് ഈ സംഭവമൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ഈ ഡോളും അതും ഇതൊക്കെ എടുത്തോണ്ട് വന്നു. പക്ഷെ ഇത് അടിക്കാൻ അറിയാവുന്നതായിട്ട് ആരുമില്ല. അമ്മ വരുന്നുണ്ടോ? എവിടെ? നമ്മളിവിടെ മാത്രമല്ല, നമ്മള് മൊത്തത്തിൽ പോകുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ബാ, രസമല്ലേ? ഹാപ്പി ന്യൂ ഇയർ അല്ല, ക്രിസ്മസ്. ഫസ്റ്റ് ക്രിസ്മസ്, അത് കഴിഞ്ഞ് ന്യൂ ഇയർ. ഇവന്മാർ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാ കേട്ടോ. ഞാൻ പിന്നെ വരാൻ പറഞ്ഞിട്ട്. എന്തിനാ നാടൊക്കെ? പേര് പറ. ഫൈസലും മുഹമ്മദ് ഈസ. മുഹമ്മദ് ഈസാനെ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരാന്. അങ്ങനെ ചെറുക്കന്മാർ അപ്പോഴേ സൈക്കിളൊക്കെ കേട്ടോ വന്നത്. പിന്നെ റിയാനും റിയാസുമാണ്. ഇമ്മരെ പേര് എപ്പോഴും എനിക്ക് തിരിഞ്ഞു പോകും. റിയാനും റിയാസും. ഇത് റിയാസ് എന്തി? എടാ എനിക്ക് മാറിപ്പോടാ. നിങ്ങൾ ഒരുമിച്ച് നിന്നാണ്ടാ, എന്തെങ്കിലും വ്യത്യാസം ഒന്നും നോക്കട്ടാ. എന്നെ കൊണ്ട് പറ്റൂലടാ, നിങ്ങക്ക് ഒരേ സെയിമാ. ഉണ്ടാ? എനിക്ക് തോന്നുന്നില്ല, എനിക്ക് രണ്ട് സെയിം ആയിട്ടാ തോന്നുന്നത്. ഓക്കെ. ആ ബദ്രിക്കുട്ടീനെ ചേർത്തിട്ടുണ്ട് നമ്മുടെ കൂടെ. ബദ്രിക്കുട്ടി ഇങ്ങോട്ട് വരും. ഞാൻ കണ്ടില്ല. എവിടെ ആയിരുന്നു? എന്തിനാ കണ്ണടച്ചിരിക്കുന്ന? നീ എവിടെ ആയിരുന്നു? ഇങ്ങോട്ട് വെക്ക്. നമ്മളെയൊക്കെ മറന്നാ? പഠിക്കുന്നൊക്കെ ഉണ്ടോ? പരീക്ഷയാണ്. ബദ്രിക്കുട്ടിയെ കണ്ടിട്ട് ഒത്തിരി നാളെ. ബദ്രിക്കുട്ടി നമ്മളെയൊക്കെ മറന്ന് അല്ലേ? നീ തിരക്കിയായിരുന്നാ? എപ്പോഴും? പിന്നെ ചച്ചു ഉണ്ട്. ചച്ചു ഹായ് പറ. ഹായ്. അതിന്റെ ഒരു കുറവുകൂടെ ഉള്ളായിരുന്നു. എടാ ഭയങ്കര ഒച്ച അടിക്കല്ലേട്ടാ, പോലീസ് പിടിക്കുന്നു എടാ. സത്യത്തിൽ ഒരു പൊതുശല്യമുള്ള ഒരു സംഭവം. എടേ അത് പെടലിലല്ലേ ഇടാവുള്ള, ആ ഒടിഞ്ഞു പോവും. ഇത് മറ്റേ അരക്കെട്ടിന്റെ അവിടെയാണ് ഇടുന്ന. എടുത്ത് പെടലി ഇട്ടോണ്ടിരിക്കുന്നത്. അവ ഇട്ടേക്കണണ്ട, ഇതുപോലെ ഇടണ്ട. നിനക്ക് കറക്റ്റ് പുല്ലിങ്കയല്ല ഭയങ്കരോ. അടിച്ചാണമ്മ. ഭയങ്കര ശല്യമല്ലേ? ആർക്ക് താളമില്ലാത്തോണ്ട് കുഴപ്പമില്ല. എടാ ഇതിന് കൊറേ മറ്റേ പാട്ടൊക്കെ ഉണ്ട്, അറിയാവാ? പാട്ടൊക്കെ ആർക്കെല്ലാം അറിയാവോ? എനിക്കറിയാം. എനിക്ക് മറ്റേ കണ്ണും അറിയാം. എല്ലാരും ബക്കറ്റ് വേണേ ഞാൻ പിടിക്കാം. ഈ ബക്കറ്റ് മതിയാ? വലുതെടുക്കണോ അമ്മ? ഇത് ബക്ക നിറയും തോന്നുന്നു. ആരാ ആദ്യം ഇത് ക്രിസ്മസ് അപ്പനായിരുന്നാ? ആരാണ്? ഞാൻ എടുത്തില്ല, അച്ഛട്ടോ. അച്ഛനെ പറ്റല്ലേ? കറക്റ്റ് അല്ലേ? ആണ്. ഇത് ഇങ്ങനെ വെച്ച് വയറൊന്നും അച്ഛന് എക്സ്ട്രാ ഫിറ്റ് ചെയ്യണ്ട. കറക്റ്റ് അത്. അടിപൊളി. ഓക്കെ. സ്റ്റിക്കിന്റെ അറ്റത്ത് ബലൂണൊക്കെ കിട്ടിയിട്ടുണ്ടേ. ഉണ്ട്. എന്നാ പോയാലോ? നമുക്ക് പോവാം. ഫസ്റ്റ് പൈസ ഇട്ടെ. സാന്റിയുടെ പാൻറ് കീറി. ഇപ്പഴേ കീറി പാൻറ്. അത് കുഴപ്പമില്ല, അടി പാൻറുണ്ടല്ലോ. ഇവിടെ താഴോട്ട് കുറച്ച് വീടുണ്ട് കേട്ടോ. ഒത്തിരി വീടില്ല, ഒരു 5-6 വീടുണ്ട് താഴോട്ട്. എല്ലാരും ഉറക്കമായോ? കൊട്ടറ ഫസ്റ്റ് വീടാണ് കേട്ടോ. ഫസ്റ്റ് വീട്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇത് ഫസ്റ്റ് വീടാട്ടോ നമ്മുടെ.
ഫസ്റ്റ് വീടാ. സാന്റി ആരാണെന്ന് അറിയാവോ? അച്ഛനാണ്. ഓ പോറ്റേ. ഹാപ്പി ക്രിസ്മസ്. ടാറ്റ. ആ പോട്ടെ. ടാറ്റ ടാറ്റ ടാറ്റ. അടുത്ത വീട്. എടാ ഇനി നമുക്ക് കോർഡിനേഷൻ ഇല്ല കേട്ടോ. നമുക്ക് പാട്ട് പാടണേ. അച്ഛനാന്ന് ആരും പറയില്ല കേട്ടാ. ഞാൻ തന്നെ പറയുന്നിട്ട് അച്ഛനാന്ന്. അച്ഛാ ചൂടുണ്ടാ ഇതിനകത്ത്? ഓ സോറി അച്ഛാ, സോറി. അതാ കുറയ്ക്കണ്ട കേട്ടോ. 500 2000 ചെക്കോ അല്ലെങ്കിൽ സ്വർണ്ണോ എന്താണോ വെച്ചാ കൊണ്ടോ. പോട്ടെ. ഹാപ്പി ക്രിസ്മസ്. ടാറ്റ. കഞ്ഞിയാ? അപ്പൊ ഓക്കെ. ഹാപ്പി ക്രിസ്മസ്. കാതോട് കാതോരം ചേർന്നിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ഹാപ്പി ക്രിസ്മസ്. അച്ഛൻ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി. ചൂടുണ്ടല്ലേ? ഭയങ്കര സ്റ്റെപ്സ് ഒക്കെ കൊള്ളാം. അച്ഛൻ ഡാൻസ് കളിക്കുന്ന കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. എവിടെ ഇവിടെ ഒരു കുഞ്ഞു സാന്റ റെഡി ആയിടേ. ഇവിടെ വേറെ സാന്റ ഉണ്ട്. കിരിമ്പ ശപ്പൻ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഇവിടുത്തെ ഏരിയ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത തേരി കയറിണ്ടായിരുന്നു. ഇനി നമുക്ക് അണ്ണ ഇനി അങ്ങോട്ടാണ് വേലമുക്ക് സൈഡ്. ഇനി നമുക്ക് ജെൻസന്റെ അങ്ങോട്ടൊക്കെ പോവാം. നടന്ന് ഊപ്പണം കേട്ടോ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. പഴം കിട്ടി. ഇതാ സാന്റയ്ക്ക്. മതി 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 മതി. പോട്ടെ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി. ഓക്കെ ഗൈസ്, ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഇനി ഞാനും ഉണ്ണിയും കൂടെ അപ്പൂപ്പന്മാരാവാം. ഓക്കെ, ഞങ്ങൾ കളങ്ങാട്ട് വന്നു കേട്ടോ, കുടുംബ വീട്ടിൻ്റെ അവിടെ. പോലീസാണോ? പോലീസല്ലാണോ? മീൻ വണ്ടിയാണോ അത്?
ഓക്കെ ഗൈസ്, ഡ്രസ്സപ്പ് ചെയ്ത് റെഡിയായി. ഉണ്ണിക്കുട്ടി ഒരു പാൻറ് ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട്, ഇച്ചിരി ശകലം മാത്രമേ കീറിയിട്ടുള്ളൂ. ഗൈസ് ഈ സാധനം ഇട്ടിട്ടുണ്ടല്ലോ, കണ്ണ് കാണുന്നില്ല, എനിക്ക് ചെറുതായിട്ടേ കാണത്തുള്ളൂ. വിഷൻ പനിക്കേറെ കുറവാ. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. കളിച്ചടിച്ച് ചത്ത് കേട്ടാ, ശ്വാസം ഒന്നും കിട്ടുന്നില്ല. ഒന്നാമത് ഡ്രസ്സിന്റെ ആവിയാ, ചൂട് ചൂട്. നമ്മളെ ടഫ് സ്റ്റെപ്പ് ആയില്ലേ, ടഫ് സ്റ്റെപ്പ് ആയിരുന്നു. അത്ര ടഫ് വേണ്ട, പൊതുക്കെ കളിച്ചാൽ മതി. ഇച്ചിരി ആവേശം കൂടിപ്പോയി. ഇവിടുത്തെ മെയിൻ വീടുകളൊക്കെ ആണെങ്കിലേ ഫുള്ള് ഇതുപോലത്തെ ഫുള്ള് തേരികളാ, കുറെ നടക്കമുണ്ട്, അത് വലിയ പാടാ. എൻ്റെ അമ്മ പോയി ചത്ത് കേട്ടോ, ഇനി വയ്യ, അതുകൊണ്ട് നട റോട്ടിയിരിക്കുക. അച്ഛാ 10 മണി ആയില്ലേ? 10 മണി ആയിട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങി കാണും, ഇനി പോയാൽ ശല്യമാവും. ഇത്ര മതി പോരെ. ചത്ത് ചത്ത്
ടഫ് സ്റ്റെപ്പ്. ഓ ടഫ് സ്റ്റെപ്പ്. ഒന്ന് റിലാക്സ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കുമ്പോ. മൂത്തമ്മയ്ക്ക് കൊള്ളാടേ. കണ്ണ് കണ്ടുകൂടാ. ഇച്ചിരി കാണാം. അയ്യോ കണ്ണൊട്ടും കാണുന്നില്ല. അണ്ണാ ബക്കറ്റ് എന്ത് ചെയ്യണം? അധികമൊന്നും ഇല്ലെന്ന്. ഓക്കെ ഗൈസ്, നമുക്ക് ഇത്രയും പൈസ കിട്ടിയിട്ടുണ്ട്. വെറുതെ ഒരു രസം, ഇത്രേ ഉള്ളൂ. 2000 അല്ല, ഒരു ചെക്ക് വീണായിരുന്നു ഇടയ്ക്ക്. ഒരു 10 ലക്ഷത്തിന്റെ ഒരു ചെക്ക് വീണായിരുന്നു ഇതിന്റെ ഇടയ്ക്ക്. അതിപ്പോ എവിടെയെന്ന് കാണുന്നില്ല. ആരോ എടുത്ത്. ബക്കറ്റ് ആരെങ്കിലും ഭദ്രയുടെ കിട്ടി. ചെക്ക് ഉണ്ടായിരുന്നു ഒരെണ്ണം. എത്ര രൂപ കാണും പറ, അമ്മ പറ. 1000 രൂപ. 1000 ഇല്ല, 500 ഒരു 600 രൂപ. 550 രൂപയാണ്. ഞാൻ പറയുന്ന ഒരു 600 രൂപ. 600. 650. അമ്മ പറയുന്ന 650. മൂത്തച്ഛൻ 600. ഉണ്ണി ഒരു 400. 400. 15, 20, 25, 30, 35, 40, 42, 44, 46, 48, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 640 രൂപ. 640 രൂപ. 600 ഞാനും 645. അമ്മ 650 പറഞ്ഞു. 645. എത്ര? 645. ഏറ്റവും വലിയ നോട്ട് ഏതാ വെച്ചാ? 100 അല്ലേ? 100. ഏറ്റവും വലിയ 100 ആയിരുന്നു കേട്ടോ. അതെ എടാ, പൈസ അവർക്ക് കൊടുത്തോ, പിള്ളേർക്ക് കൊടുക്കും. അല്ല അച്ഛനെ അല്ല, പിള്ളേർക്ക് കൊടുത്തെന്ന് പറഞ്ഞതാ. അതാ ഫ്ലോയിലങ്ങ് ആയതാ. എന്നാ എടാ, എന്നാ പിള്ളേർ നിങ്ങൾ എല്ലാവരും എടുത്തോ പൈസ. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, നമ്മള് ഫുഡ് കഴിക്കാൻ സമയമായപ്പം ഒരാളെത്തി കേട്ടോ. പൂച്ചയാ മണം അടിച്ച് വരാൻ. കുന്നം പൂച്ചയാ. അതുകൊണ്ട് ഇവിടെ ഇതെന്തോ പുൽക്കൂടെ നിങ്ങൾ ഉണ്ടാക്കിയതാ? എന്റെ അമ്മേ, ബാക്കി എല്ലാരും ചെറുത്, കുഞ്ഞാവ് മാത്രം വലുത്. എടേ എന്റെ നിക്കറൊക്കെ എന്തേടേ? നിക്കറൊക്കെ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അളിയാ വാ ഇരി. എന്താ അളിയും വ്രതത്തിലാട്ടോ, തിന്നാൻ പറ്റത്തില്ല. എടാ പാടാ ഇരി. ഇതിലും ബീഫ് അങ്ങനെ ഉണ്ടോ? സൂപ്പർ. അയ്യോ ഇവന്റെ കണ്ണൂരും കാണുന്നില്ല. ഹേ ഗൈസ്, അപ്പൊ നമ്മള് കരോളൊക്കെ കഴിഞ്ഞിട്ട് വീടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൊള്ളായിരുന്നില്ലേ ചേ? രസം ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഇത് ആദ്യം ആയതുകൊണ്ട് എന്തോരം നടക്കണം കേട്ടോ. ഈ പിള്ളേരന്മാരെ സമ്മതിക്കണം കേട്ടോ. ഈ നടന്നു മടുക്കും കേട്ടോ. ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്ത, ഞാൻ വിചാരിച്ച് ഒത്തിരി പേര് കാണത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷെ സമയമായപ്പോ എല്ലാരും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ, സംഭവം അടിപൊളിയായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ നിർത്തിയതാ, കാരണം 10 മണി ആയായിരുന്നു. പിന്നെ എല്ലാരും കിടന്ന് ഉറങ്ങൂലേ, പിന്നെ ചെന്ന് കൊട്ടുന്നത് 10 മണി ആകുമ്പോഴത്തേന് മാക്സിമം നിർത്തണം. അങ്ങനെ കരോള് കഴിഞ്ഞു. എനിക്ക് ഈ വ്ളോഗ് ഞാൻ എങ്ങനെ എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നേരെ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഒന്നാമത് ഭയങ്കര ബഹളമായിരുന്നു അങ്ങോട്ട്. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്തു അല്ലേ? നമ്മൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് വ്ളോഗ് എങ്ങനെ എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി വീഡിയോ എഡിറ്റിൽ വരുമ്പോഴേ എനിക്കറിയാം ഞാൻ എങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഏകദേശം എന്തായാലും അത്രേ ഉള്ളൂ. അടിപൊളിയല്ലായിരുന്നു. ഉറങ്ങൂല്ലേ? ടയർഡാണ് ഗൈസ്. ഏകദേശം എന്തായാലും അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുള്ള വെറൈറ്റി കിട്ടിയിട്ടാണെന്നൊരു